ഇന്ന് നല്ല പ്ലാനിങ്ങോടുകൂടി അടുക്കളയിൽ കയറിയ ഒരു ദിവസമായിരുന്നു കേട്ടോ. എന്നും അടുക്കളയിൽ കയറുമ്പം എന്ത് റെസിപ്പി ചെയ്യുന്നുള്ളൊരു കൺഫ്യൂഷനായിരുന്നു. കുറച്ച് നേരം ആലോചിക്കും, പിന്നെ കുറച്ച് നേരം ഫോൺ നോക്കും. ഒരു റെസിപ്പിയും കിട്ടിയില്ലെങ്കിൽ എൻ്റേതായിട്ടുള്ള എന്തെങ്കിലും തട്ടുകൂട്ട് പരിപാടികൾ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ കായ്പോളയും അതുപോലെ ഇറച്ചിപ്പത്തിരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. ഇറച്ചിപ്പത്തിരിക്ക് വേണ്ടിയിട്ട് ഞാൻ കറിയിലുള്ള കുറച്ച് ബീഫ് എടുത്തൊന്ന് ഫ്രൈ ചെയ്തിട്ട് അത് മസാല ആക്കിയെടുത്ത് എന്നിട്ട് അരിയൊക്കെ അരച്ച് അതിലേക്ക് പാർന്ന് ഒന്നുണ്ടാക്കി അടുപ്പത്ത് വെച്ച് രണ്ടാമത്തെ പിന്നെയാണ് ഇട്ട് ഉണ്ടാക്കി നോക്കുക. അപ്പോഴത്തേക്കും ഒന്നായിട്ടുണ്ടാവും. പിന്നെ ജ്യൂസ് അടിക്കലാണ് മെയിൻ പരിപാടി. അതിന് വേണ്ടി ഈത്തപ്പഴം അണ്ടിപ്പരിപ്പ് നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിരുന്നു. അതിലേക്ക് ഒരു റോബസ്റ്റ് പഴം കൂടി ചേർത്ത് നല്ലപോലെ ബ്ലെൻഡ് ചെയ്തെടുത്ത് അതിലേക്ക് കുറച്ച് പാലും കൂടി കൂട്ടിയടിച്ചാൽ ജ്യൂസ് റെഡി. അത് കഴിഞ്ഞപ്പോൾ ചായക്ക് പകരം തരി കാച്ചാന്ന് വെച്ചിട്ട് അതും കൂടി കാച്ചി വെച്ച്. അപ്പോഴത്തേക്ക് ഉമ്മയുടെ പത്തിരി ചൂടുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും അതിൻ്റെ പുറകെ നടക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് നമ്മളെ ചട്ടിപ്പത്തിരി റെഡി ആയിട്ടുണ്ട്, ഇറച്ചിപ്പത്തിരി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മൾ ഇന്നത്തെ നോമ്പ് തുറ വിഭവങ്ങൾ. അതിൻ്റെ കൂടെ അപ്പുറത്ത് വീട്ടിൽ നിന്ന് കിട്ടിയ ഉള്ളിവടയും പഴം നിറച്ചതും